നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും നമ്മളൊരു വീഡിയോ ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒക്കെ സ്റ്റോറി ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പേര് വളരെ മനോഹരമായിട്ട് ഒരു വ്യത്യസ്ത കളറിലൊക്കെ ഒരു ആനിമേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനുപാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈൻമാസ്റ്ററാണ് എടുക്കാനുള്ളത്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യും. നമുക്ക് കൈൻമാസ്റ്ററിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മീഡിയ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യത്തിലുള്ള ഇമേജ് അസറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് തീം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ഇവിടെ 10 സെക്കൻഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 10 സെക്കൻഡ്. ശേഷം ഇതിനകത്ത് നമുക്ക് എന്താണ് നിങ്ങൾ പേര് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പേര്, ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള പേര് എന്താണോ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചാനലിൻ്റെ പേരിന് ടൈപ്പ് ചെയ്യുകയാണ്. ലൈവ് ടിപ്സ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടിപ്സ് മീഡിയ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു. ശേഷം നമുക്ക് വേണ്ട ഫോണ്ട് സ്റ്റൈൽ വലുപ്പത്തിന് നമുക്ക് ഇത്തരത്തിൽ നൽകിയ ശേഷം വേണ്ട ഫോണ്ട് സ്റ്റൈൽ ഏതാണ് വേണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഫോണ്ട് എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. ഞാനൊരു ഫോണ്ട് സ്റ്റൈൽ ഇതുപോലെ സെലക്ട് ചെയ്തു, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. ശേഷം ഇതുപോലെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം ഞാനിവിടെ ഏറ്റവും ആദ്യത്തുള്ള ഇൻ ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈപ്പ് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്. വേണമെങ്കിൽ വൈപ്പ് ലെഫ്റ്റ് ചെയ്യുക, വൈപ്പ് അപ്പ് ചെയ്യുക, വേണ്ട രീതിയിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും. അതുപോലെയാണ് വൈപ്പ് റൈറ്റ് ആണ്, വലത് ഭാഗത്തേക്ക് വൈപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്ത് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന നമ്മുടെ ടെക്സ്റ്റ് ലെയർ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ 10 സെക്കൻഡ് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ 10 സെക്കൻഡ് കറക്റ്റ് നമ്മൾ സൈസ് ഒപ്പിച്ച് വെക്കുക. ശേഷം ഏറ്റവും മുകളിൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം. ഓർക്കുക, നമ്മൾ കൈൻമാസ്റ്ററിലാണ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻമാസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കൈൻമാസ്റ്റർ പ്രോ വേർഷൻ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വെബ്സൈറ്റ് കിട്ടും. അതിലേത് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താലും വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻമാസ്റ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ ഡൗൺലോഡ് ചെയ്തു ശേഷം നമ്മുടെ ഗാലറി സേവ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേ ഇൻ്റർഫേസിലേക്ക് എത്തുക. ഇവിടെ നമ്മുടെ ആ ടെക്സ്റ്റ് ലെയർ ഒന്ന് ഇതുപോലെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് വ്യത്യസ്ത കളറുകൾ ആഡ് ചെയ്യണം. എന്നാലാണ് ആ ടെക്സ്റ്റിന് നമുക്ക് വ്യത്യസ്ത കളർ ഫോണ്ട് സ്റ്റൈലുകൾ, ആ ഫോണ്ടിന് പ്രത്യേക കളർ വരുള്ളൂ, അത് കളർഫുൾ ആവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇവിടെ അടുത്ത ഭാഗത്ത് ലെയർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്തിൽ ഡോട്ട് കാണും, നമുക്ക് കളർ സൈസ് സെറ്റ് ചെയ്യാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ മൂന്നാമതായി കാണുന്ന വലിയൊരു ഡോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. ശേഷം ഏറ്റവും മുകളിലായിട്ട് റെഡ് മാർക്ക് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതുപോലെ സെലക്ട് ചെയ്യാം. ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതുപോലെ വരച്ചു കൊടുക്കുക. അടുത്ത കളർ സെലക്ട് ചെയ്യുക. വേറെ ഏത് കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഓരോ കളർ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് കളർ ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ഈ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് അത് അവസാനം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെവലിലേക്ക് 10 സെക്കൻഡിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഈ കളർ ലെയർ പിടിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഓവറോൾ ആനിമേഷൻ എന്നുള്ള രണ്ടാമത്തെ ആനിമേഷൻ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആനിമേഷൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഫൗണ്ടേ എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കളർ ഇതുപോലെ ആനിമേറ്റഡ് ആകും. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് കളർ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ആ ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ബ്ലെൻഡിങ് എന്നുള്ളത് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണും. ഈ മൾട്ടിപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് പൂർണ്ണമായിട്ട് നമ്മുടെ സ്ക്രീനിൽ വരണം, എന്നാലാണ് ബാക്ക്ഗ്രൗണ്ടിലെ കളറുകളൊന്നും കാണാതിരിക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ആനിമേറ്റഡ് ആണെന്ന് നോക്കാം. കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റ് കളർഫുള്ളായിട്ട് ഇങ്ങനെ ആനിമേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും മുകളിൽ വഴി ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ആ മനോഹരമായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ്, ആനിമേറ്റഡ് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.